ഇല്യാന എന്ന ബോളിവുഡ് സുന്ദരി, ഇല്യാന ഡിക്രൂസ് എന്ന സുന്ദരിയായ നായിക തെലുങ്ക് സിനിമയിലൂടെ സിനിമാ ലോകത്തേക്ക് അരങ്ങേറി ബോളിവുഡ് സിനിമാ ലോകത്ത് സൂപ്പർ നായികയായി മാറിയ നായിക നടിയാണ് ഇല്യാന ഡിക്രൂസ്. 2006 ദേവദാസു എന്ന തെലുങ്കു സിനിമയിൽ നായികാ വേഷം ചെയ്തുകൊണ്ടാണ് ഇല്യാന തന്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് നിരവധി തെലുങ്ക് സിനിമകൾ. 2010 ഹുഡുഗ ഹുഡുഗി എന്ന കന്നഡ സിനിമയിലും 2012 ശങ്കർ സംവിധാനം ചെയ്ത നൻപൻ എന്ന വിജയ് സിനിമയിലൂടെയും തമിഴ് സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ച ഇല്യാന എന്ന നായിക 2012 അനുരാഗ് ബസു സംവിധാനം ചെയ്ത ബർഫി എന്ന സിനിമയിലൂടെ രൺബീർ കപൂറിന്റെ 2 നായികമാരിൽ ഒരു നായികയായി ഇല്യാന എന്ന സുന്ദരിയായ നായിക ഹിന്ദി സിനിമാ ലോകത്തേക്ക് അരങ്ങേറി. ബർഫിയിൽ മറ്റൊരു നായിക പ്രിയങ്ക ചോപ്രയായിരുന്നു. ഇല്യാന നായികയായ സിനിമകളെല്ലാം തന്നെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും സൂപ്പർ ഹിറ്റുകളായിരുന്നു. 2016 ടിനു സുരേഷ് ദേശായി ഡയറക്ട് ചെയ്ത് അക്ഷയ് കുമാർ നായകനായ രുസ്തമാണ് ഇല്യാനയുടെ ഏറ്റവും പുതിയ ഹിന്ദി സിനിമ. തന്റെ സൗന്ദര്യം കൊണ്ടും ശരീര വടിവ് കൊണ്ടും അഭിനയ പ്രതിഭ കൊണ്ടും ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ നടിയാണ് ഇല്യാന ഡിക്രൂസ്. മുംബൈ സ്വദേശിയാണെങ്കിലും തെലുങ്ക് സിനിമയിലൂടെ സിനിമാ ലോകത്തേക്ക് അരങ്ങേറിയ ഇല്യാന ഏറ്റവും ഉയർന്ന നായികമാരിൽ ഒരാളായി ഉയരുകയായിരുന്നു. 2 വർഷം മുമ്പ് റിലീസായ ഹാപ്പി എൻഡിങ്ങിനു ശേഷം ഇല്യാനയ്ക്ക് ഒരു ഹിറ്റു കിട്ടുന്നത് രുസ്തം എന്ന സിനിമയിലൂടെയാണ്. രുസ്തത്തിലെ നായിക കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച ഇല്യാന ബോളിവുഡ് സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നായിക നിരയിലേക്ക് ഉയരുന്നത് ഹാപ്പി എൻഡിങ് എന്ന സിനിമയ്ക്ക് ശേഷമാണ്. ഇല്യാനയ്ക്ക് ബോളിവുഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് തനിക്ക് നല്ല വേഷങ്ങൾ കിട്ടാതിരുന്നതുകൊണ്ട് ഇല്യാന തന്നെ സൃഷ്ടിച്ചതാണെന്ന് ഇല്യാന പറയുന്നു. രുസ്തത്തിന്റെ കഥ കേട്ടപ്പോൾ വളരെ സ്കോപ്പുള്ള കഥയാണെന്ന് തോന്നി. അങ്ങനെ രുസ്തം ചെയ്യുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇല്യാന. അതിനുശേഷമാണ് രുസ്തത്തിൽ അക്ഷയ് കുമാറാണ് നായകൻ എന്ന് ഇല്യാന അറിയുന്നത്. രുസ്തം ഇല്യാനയ്ക്ക് വലിയ ബ്രേക്ക് ആകുകയായിരുന്നു. ബോളിവുഡിൽ ഇല്യാനയുടെ ആദ്യ സിനിമ ബർഫി 100 കോടി ക്ലബിൽ അംഗമായ ബിഗ് ബഡ്ജറ്റ് സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. രുസ്തം യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയായിരുന്നു. ഏറെ പ്രശസ്തമായ നാനാവതി കേസിനെ ആസ്പദമാക്കിയുള്ള കഥയാണ് രുസ്തം എന്ന സിനിമയുടേത്. രുസ്തത്തിലെ കഥാപാത്രത്തെ അഭിനയിച്ചു ഫലിപ്പിക്കുവാനുള്ള കരുത്തേകിയത് സത്യത്തിൽ ചിത്രത്തിലെ നായകൻ അക്ഷയ് കുമാറാണ്. വളരെ വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രമാണ് രുസ്തത്തിലേത്. ബുദ്ധിപരമായി നീങ്ങുന്ന ഒരു കഥാപാത്രം. നമ്മൾ ഒരാളെ ചതിച്ചാൽ അതിനെ അതിജീവിക്കുന്നത് ബുദ്ധിപരമായി നേരിട്ടുകൊണ്ടാണ്. കാരണം മറുവശവും നമുക്ക് അറിയാം. അത്തരമൊരു കഥാപാത്രമായിരുന്നു രുസ്തത്തിലേത്. അപ്പോൾ അവിടെ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ പല സീനുകളിലും ഞാൻ കരഞ്ഞുപോയിരുന്നു. ഷോട്ട് കഴിഞ്ഞാലും എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടേയിരുന്നു. ഇല്യാന എന്ന നടിയുടെ വാക്കുകളാണിത്. മുമ്പ് ഹിറ്റായ മേൻതേര ഹീറോ എന്ന സിനിമയിൽ കോമഡി ബേസ്ഡ് കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം ഇല്യാന വളരെ അനായാസമായി അഭിനയിച്ചു ബലിപ്പിച്ചിരുന്നു. അതുപോലെ എന്നാൽ ആവർത്തന വിരസത ഇല്ലാത്ത കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇല്യാന. MS ധോണി അൺടോൾഡ് സ്റ്റോറി എന്ന സിനിമയിലെ നായികാവേഷം ഇല്യാന ഒഴിവായ കഥാപാത്രമാണ്. കാരണം ഇല്യാനയ്ക്ക് ക്രിക്കറ്റിനെ കുറിച്ചും ധോണിയെ കുറിച്ചും ഒന്നും അറിയാത്തത് കൊണ്ടാണ് എന്ന് ഇല്യാന പറയുന്നു. ഇല്യാനയുടെ ഏറ്റവും പുതിയ സിനിമ മിലൻ ലുത്തേരി സംവിധാനം ചെയ്യുന്ന ബാദ്ഷാഹോ ആണ്.